ഉച്ചയ്ക്ക് മീനില്ലാതെ എങ്ങനെയാണ് ചോറ് കഴിക്കുന്നത്? പിന്നെ മീൻ ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല. പക്ഷെ മീൻ ഇഷ്ടമുള്ളവർക്ക് മീൻ കഴിച്ചേ പറ്റുമല്ലേ. എനിക്ക് ഇച്ചിരി മീനും മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ചോറ് ഇഷ്ടമുള്ളൂ. അല്ലെങ്കിലും കഴിക്കും. എന്നാലും മീനിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അയല മീനാണ് വാങ്ങിയത്. പിന്നെ കുറച്ചെടുത്ത് പൊരിക്കാൻ, കുറച്ചല്ല 2 എണ്ണം പൊരിക്കാനും ബാലൻസ് കറി വെക്കാനും വിചാരിച്ചു. ഞാൻ വെക്കുന്ന മീൻ കറി നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാണുന്ന നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ മീൻ കറിയും വെച്ചായിരുന്നു. പിന്നെ മീൻ പുരട്ടേണ്ടത് പുരട്ടി വെച്ചു. പിന്നെ കോവയ്ക്ക 2, 3 ദിവസമായി ഇത് ഫ്രിഡ്ജിൽ കിടന്നിട്ട്. ഇന്ന് വെക്കാം നാളെ വെക്കാമെന്ന് വിചാരിച്ച് മറന്നുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വെക്കാന്ന്. ഫ്രിഡ്ജിൽ കിടന്നുകൊണ്ടായിരിക്കും കോവയ്ക്ക വേവാൻ അത്യാവശ്യം നല്ല സമയം എടുത്തായിരുന്നു. ആ സമയമായപ്പോൾ മീനും വെന്തായിരുന്നു. അതിൽ കുറച്ച് കടുകും വറുത്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്രൊക്കോളി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയ്ക്കും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. കണ്ടാൽ മാത്രം പോരല്ലോ, നമ്മൾ കഴിച്ചു നോക്കണമല്ലോ. ഇതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറിന് തോരനായിട്ട് തന്നെ വെക്കാമെന്ന്. ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോഴത്തേക്കും അത് നല്ല വെന്തോളും. ആ സമയം കുറച്ച് മുട്ടയും പിന്നെ സാധാ നമ്മൾ തോരൻ അരക്കത്തില്ല അരപ്പം, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ്. ആ സമയം ഇപ്പം കോവയ്ക്കയും വെന്തു. പിന്നെ അടുത്ത പണിയെന്ന് പറയുന്നത് മീൻ പൊരിക്കുക. അങ്ങനെ മീനും പൊരിച്ചു. ഉച്ചയ്ക്ക് ചോറും മീൻ കറിയും പൊരിച്ച മീനും കോവയ്ക്കയും ബ്രൊക്കോളി തോരനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബ്രൊക്കോളി തോരനാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ഉച്ചയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.